അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, ഇന്ന് വെള്ളിയാഴ്ച ദിവസം ജുമുഅയോടടുത്ത സമയം അല്ലെങ്കിൽ ജുമുഅ കഴിഞ്ഞ സന്ദർഭങ്ങളിലൊക്കെ ആയിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നിങ്ങനൊരു പ്രത്യേകം ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം, നമ്മൾ ജുമാദൽ ആഖിറയുടെ അവസാനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നാമൊക്കെ ആവേശത്തോടുകൂടെ കാത്തിരിക്കുന്ന 1000 മാസങ്ങളേക്കാൾ പ്രതിഫലമുള്ള ലൈലത്തുൽ ഖദ്ർ ഉൾക്കൊള്ളുന്ന ഒരു സുന്നത്തിന് ഫർദിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന, ആരും ആഗ്രഹിച്ചു പോകുന്ന വിശുദ്ധ റമളാനിൻ്റെ വിളിയാളവുമായി പരിശുദ്ധമായ റജബ് മാസം നമ്മിലേക്ക് സമാഗതമാകാൻ കുറഞ്ഞ നിമിഷങ്ങളും സമയങ്ങളും മണിക്കൂറുകളും മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആയുസ്സിനെ നീട്ടി നൽകിയതിന് ഈ വെള്ളിയുടെ പകലിലിരുന്ന് ഇത് കേൾക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സറിഞ്ഞ് ഒരു 3 തവണ അൽഹംദുലില്ലാ പറയാം. അത് കാരണമായിട്ട് റബ്ബ് നമുക്ക് റമളാനിലേക്ക് ആയുസ്സിനെ നീട്ടിത്തന്നാൽ അത് വലിയ ഗുണകരമാകും നമ്മുടെ ജീവിതത്തിൽ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ദുനിയാവിൽ എങ്ങനെ ജീവിച്ച് കഴിഞ്ഞു പോയാലും ഒരൊറ്റ റമളാൻ മതി. അവൻ എത്ര കാലം തെമ്മാടിയായി ജീവിക്കട്ടെ, ഒരൊറ്റ റമളാൻ അവൻ്റെ മുമ്പിൽ ലഭിച്ചാൽ അവന് ആ റമളാൻ കൊണ്ട് മാത്രം അവന് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പരിശുദ്ധമായ റജബ് നമ്മിലേക്ക് സമാഗതമാകാനിരിക്കുകയാണ്. ഹിജ്റ കലണ്ടറിലെ 7ാമത്തെ മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. അപ്പോൾ റജബ് മാസം ഇന്ന് ജുമാദൽ ആഖിറ 28 ആണെങ്കിൽ ശനിയാഴ്ച 29, അന്ന് മാസം കാണുകയാണെങ്കിൽ ഞായറാഴ്ചയായിരിക്കും നമുക്ക് മാസപ്പിറവി അനുസരിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഖാദിമാരെ അറിയിക്കുമ്പോൾ നമ്മളൊക്കെ അതറിയും. ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ടായതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അതൊക്കെ അറിയാനും സാധിക്കും. അപ്പോൾ റജബ് മാസത്തിൻ്റെ പ്രത്യേകത അത് പുണ്യമാസമാണെന്ന് മാത്രമല്ല, പിറകെ കടന്നു വരുന്ന ഒന്നിലധികം പുണ്യമാസങ്ങളുടെ കവാടമായി നിലകൊള്ളുന്നത് പരിശുദ്ധമായ റജബ് മാസമാണ്. നമുക്കൊക്കെ അറിയാം ഒന്നിലധികം പുണ്യമാസങ്ങൾ കടന്നു വരുന്നത് അത് പരിശുദ്ധമായ അതിൻ്റെ ഒരു കവാടമായിട്ടാണ് റജബ് നമ്മിലേക്ക് കടന്നു വരുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് മാസത്തെയും അതിൻ്റെ പിറകിൽ വരുന്ന ഷഅബാൻ, റമളാൻ എന്നീ മാസങ്ങളെയും കൂട്ടിച്ചേർത്ത് സംസാരിക്കുന്നതായും അതിനെക്കുറിച്ച് ദുആ ചെയ്യുന്നതായിട്ടും റജബായി കഴിഞ്ഞാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. തൊബറാനിയും ബൈഹഖിയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ, റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ എന്ന് പറഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. ആ ദുആഇൻ്റെ ഒരു പവിത്രതയൊക്കെ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ റജബ് വന്നു, ഷഅബാൻ എത്തി, റമളാനിലേക്ക് എത്താതെ എത്രയോ ആളുകൾ ഇവിടെ പറഞ്ഞു പോകുമ്പോഴാണ് അള്ളാഹു നമുക്ക് റമളാനിലേക്ക് ആയുസ്സിനെയും തൗഫീഖിനെയും നീട്ടി നൽകുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ വലിയ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഈ ദുആ സർവ്വസാധാരണയാണ്, നിങ്ങളൊക്കെ കേൾക്കുന്ന ദുആയാണ്. റജബ് മാസമായി കഴിഞ്ഞാൽ എല്ലാവരും കേൾക്കുന്ന ദുആയാണ് ഈ ദുആയിൽ 2 മാസങ്ങളിലെ ബറക്കത്തിനെ ചോദിച്ചു. റമളാനിലേക്ക് നമുക്ക് ആയുസ്സിനെ നീട്ടിത്തരാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തു അല്ലേ. നിങ്ങൾ നോക്കൂ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ, റജബിലും ഷഅബാനിലും ബറക്കത്ത് നൽകണേ. എന്താ ബറക്കത്ത് നൽകണേ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് ധാരാളം ഖൈറാത്തുകൾ നൽകണം എന്നാണ് അതിനർത്ഥം. അത് ബറക്കത്തിൻ്റെ മാസമാണ്. അപ്പോൾ റമളാനിലേക്ക് ആയുസ്സിനെ നീട്ടിത്തരാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നു. റജബിലും ഷഅബാനിലും ബറക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ടും റമളാനിലേക്ക് നമുക്ക് ആയുസ്സിനെ നീട്ടിത്തരാൻ വേണ്ടിയിട്ടും. മറ്റൊരു ഭാഗത്ത് കാണാം ഇങ്ങനെ ഒരു ഹദീസ്, റജബുൻ ഷഹ്റുല്ലാഹ് വ ഷഅബാനു ഷഹ്രി വ റമളാനു ഷഹ്റു ഉമ്മത്തി. റജബ് അള്ളാഹുവിൻ്റെ മാസമാണ്, ഷഅബാനു ഷഹ്രി, ഷഅബാൻ എൻ്റെ മാസമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വ റമളാനു ഷഹ്റു ഉമ്മത്തി, റമളാൻ അതിൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം റജബിനും ഷഅബാനിനും റമളാനിലും എത്രത്തോളം പവിത്രതയും നൽകുന്നുണ്ട് എന്നും റജബ് എത്രമേൽ ഇതിന് പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. മറ്റു മാസങ്ങളെ പോലെ നെവർ മൈൻഡായിട്ട് ഈ മാസത്തിലും ഉണരാതെയുള്ള ഒരു താന്തോന്നിയെപ്പോലെ തനിക്ക് തോന്നുന്നത് ചെയ്യുക, അതാണല്ലോ താന്തോന്നി. അതുപോലെ ജീവിക്കാനൊക്കെയാണെങ്കിൽ ഈ ജീവിതം കൊണ്ടൊന്നൊരർത്ഥവും ഉണ്ടാകൂല. അതുകൊണ്ട് നമ്മൾ റബ്ബിഷ്ടപ്പെടുന്ന രൂപത്തിൽ
നമ്മുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്താൻ ഇതൊക്കെ ഒരു കാരണമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ മഹാനരായ അബൂബക്രിനിൽ വറാഖ് റളിയല്ലാഹു അൻഹു ബൽഖി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഷഹ്റു റജബിൻ ഷഹ്റുൽ ലിസ്സറഅ്. ഈ റജബ് മാസം എന്ന് പറയുന്നത് അത് കൃഷി ഇറക്കാനുള്ള മാസമാണ്. വശഅബാനു ഷഹ്റു സഖിയ ലിസ്സറഅ്. ആ ഇറക്കിയ കൃഷി അത് നനയ്ക്കാനുള്ള മാസമാണ് ഷഅബാൻ എന്ന് പറയുന്നത്. റമളാൻ ആ ഇറക്കിയതും ആ നമ്മൾ വെള്ളം നനച്ചുണ്ടാക്കിയതൊക്കെ കൊയ്തെടുക്കുന്ന മാസമാണ് പരിശുദ്ധമായ റമളാൻ. അതുകൊണ്ട് തന്നെ റമളാനിൽ നമുക്ക് നല്ല വിളവെടുപ്പുണ്ടാകണം എന്നുണ്ടെങ്കിൽ ആ റമളാനിലേക്ക് റജബിൽ തന്നെ നാം വിത്തിറക്കി ഷഅബാനിൽ നാം വെള്ളം നനച്ച് റമളാനിലേക്ക് നല്ല മുതൽക്കൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കണം. അപ്പോഴാണ് റമളാനിലേക്ക് നമുക്കിതൊക്കെ പാകപ്പെട്ടു വരികയുള്ളൂ. അതുകൊണ്ടാണ് റജബ് മാസത്തിൻ്റെ തുടക്കം മുതൽ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 മാസങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ പ്രശസ്തമായ ആ ദുആഇനെ കൊണ്ടുവന്നത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ദുആഇനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുവരാനും കാരണം അത് തന്നെയാണ്. അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക, അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അള്ളാഹു നിന്ദിച്ചതിനെ നിന്ദിക്കുക. ഇതൊക്കെയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യേണ്ടത്. ഏതു നിലയ്ക്കാണ് നാം റജബിനെ ആദരിക്കേണ്ടത് ആ നിലയ്ക്ക് നമ്മൾ ആദരിക്കുക തന്നെ വേണം. ആദരിക്കപ്പെടേണ്ട ബഹുമാനിക്കപ്പെടേണ്ട കാര്യങ്ങളെ ആദരിക്കാതെയും ബഹുമാനിക്കാതെയും പോയാൽ അത് നമ്മുടെ ആഖിറത്തിനെ ബാധിക്കുന്ന വിഷയമാണ്. പവിത്രമായ മാസങ്ങളിൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ട്, വലിയ ഫലങ്ങൾ ലഭിക്കും. അതുകൊണ്ട് ഈ മാസങ്ങളിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്താൻ നാം ഓരോരുത്തരും തയ്യാറാകണം എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. റമളാൻ നമ്മിലേക്ക് വരികയാണ്, ഷഅബാൻ നമ്മിലേക്ക് വരികയാണ്. നല്ല രൂപത്തിൽ റജബിൽ തന്നെ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നാം നമ്മുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്തണം. എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് 5 വഖത്ത് ഫർള് നിസ്കാരം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഖളാ ഉണ്ടാകാൻ പാടില്ല. അത് ഖളാ ഇനി ഉണ്ടാകരുത് എന്ന തീരുമാനം എടുക്കണം. ഉള്ളത് ഇങ്ങനെ ഓരോ ഫർള് നിസ്കരിക്കുമ്പോഴും അതിങ്ങനെ വീട്ടി കൊണ്ടുവരണം. എത്ര ഫർള് നമ്മുടെ മേൽ ബാധ്യതയുണ്ടോ അതിനെക്കുറിച്ചൊക്കെ നാളെ റബ്ബിൻ്റെ കോടതിയിൽ ചോദ്യമുണ്ടാകും എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കി അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്തണം. അപ്പം 5 വഖത്ത് ഫർള് നിസ്കാരങ്ങളിൽ ഖളാ ഉള്ളതൊക്കെ ഖളാ വീട്ടാൻ വേണ്ടിയിട്ട് തയ്യാറാകണം. റജബൊക്കെ വരുമ്പോൾ തയ്യാറാകേണ്ട പല വിഷയങ്ങളിൽപ്പെട്ട ഒന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ റമളാനിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ എത്രയോ നോമ്പുകൾ ഖളാ ഉള്ളവരുണ്ടാകും. സഹോദരിമാരൊക്കെ ഖളാ ഉള്ളവരുണ്ടെങ്കിൽ ആ ഖളാ വീട്ടാനുള്ളതൊക്കെ ഖളാ വീട്ടണം. മുദ്ദു കൊടുക്കാനുള്ളവരുണ്ടാകും, അവർ മുദ്ദു കൊടുക്കണം. ഖളാ വീട്ടേണ്ടവർ, മുദ്ദു കൊടുക്കേണ്ടവർ, മുദ്ദു മാത്രം കൊടുക്കേണ്ടവർ, ഖളാ മാത്രം വീട്ടേണ്ടവർ, ഇതൊക്കെ പ്രഗ്നൻസി ടൈമിലും ഡെലിവറി സമയങ്ങളിലൊക്കെ മറ്റുമൊക്കെയായിട്ട് ഖളാ ആയിപ്പോയത് ഏതാണ് അതിൻ്റെ രൂപമെന്ന് മനസ്സിലാക്കിയിട്ട് എത്രയാണ് മുദ്ദു കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് കൃത്യമായി പഠനം നടത്തി പഠിച്ചറിവുള്ളവരോട് ചോദിച്ച് നമ്മൾ റമളാൻ എത്തുന്നതിൻ്റെ മുമ്പ് ആ ബാധ്യതകളൊക്കെ പൂർണ്ണമായിട്ടും വീട്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ ആയുസ്സിനെ കൃത്യമായി അതിനെ ഉപയോഗപ്പെടുത്തി നമ്മുടെ ജീവിതം ഇനിയൊരടുത്ത റമളാനിലേക്ക് നമുക്ക് ആയുസ് നീട്ടി തന്നിട്ടില്ല എങ്കിൽ നമുക്ക് വലിയ ബറക്കത്ത് ലഭിക്കാൻ ഈ ഒരൊറ്റ റമളാൻ, നമുക്ക് വിജയം ലഭിക്കാൻ ഈ ഒരൊറ്റ റമളാൻ മാത്രം മതിയാകും. നമുക്ക് ആയുസ്സിനെ നീട്ടിക്കിട്ടുക, ദീർഘായുസ് ലഭിക്കുക എന്നുള്ളതല്ല ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത്. നിങ്ങൾക്കറിയോ, തുർമുദിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട് റളിയല്ലാഹു അൻഹു. എന്താണ് ആ ഹദീസിൽ പറയുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, മൻ ഖൈറുന്നാസ്, ജനങ്ങളിൽ വെച്ച് ആരാണ് ഏറ്റവും നല്ലവൻ, ആരാണ് ഏറ്റവും ഉത്തമർ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി പറയുന്നത് എന്താ? മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ആർക്കാണോ ആയുസ് ദീർഘമായി ലഭിച്ച് നല്ല അമലുകൾ ചെയ്തിട്ടുള്ളത് അവരാണ് ഏറ്റവും നല്ലവൻ. അപ്പോൾ
ഒരാൾക്ക് 90 വയസ്സ് വരെ ജീവിക്കാനുള്ള അവസരമുണ്ടായി, അവൻ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നാൽ അവനാണ് ഏറ്റവും ഉത്തമനായവൻ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഉടനെ സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, വ അയ്യുന്നാസി ശർ, ആരാണ് ജനങ്ങളിൽ വെച്ച് നീചൻ, വൃത്തികെട്ടവൻ, മോശപ്പെട്ടവൻ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. ഖാല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ ത്വാല ഉംറുഹു വസാഅ അമലുഹു, വല്ല ഒരുത്തനും അവനവൻ്റെ ആയുസ് ദീർഘമായിട്ടുണ്ട്, 100 വയസ്സ് വരെ 90 വയസ്സ് വരെ ജീവിക്കാനുള്ള അവസരം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി. പക്ഷേ വസാഅ അമലുഹു, അവൻ്റെ അമല് മോശമായി പോയി, ചീത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, ഗീബത്ത് പറയുന്നു, അന്യനെ വെറുതെ ആക്രമിക്കുന്നു, വേദനപ്പെടുത്തുന്നു, ഹറാമ് ചെയ്ത് നടക്കുന്നു, ഇസ്ലാമിനോട് പൂർണ്ണമായും പുറംതിരിഞ്ഞ് നടക്കുന്നു, അങ്ങനെയുള്ള ആളുകൾ അവനാണ് മോശപ്പെട്ടവനെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ സത്യവിശ്വാസിക്ക് ആയുസ്സിനെ നീട്ടിക്കിട്ടുക എന്നുള്ളത് ഖൈറാണ്. ആ ആയുസ്സിനെ നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ഷഅബാനിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ, റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ സവിശേഷമേറിയ ദുആ അതുകൊണ്ടാണ് കൊണ്ടുവരുന്നത്. മഹാനരായ ശാഫിഈ ഇമാമൊക്കെ പറയുന്നുണ്ട്, വബലഗനാ അന്നഹു കാന യുഖാൽ ഇന്ന ദുആ യുസ്തജാബു ഫീ 5 ലയാൽ, 5 രാത്രികളിൽ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കപ്പെടാവുന്ന 5 രാത്രികളുണ്ട്. ഫീ ലൈലത്തുൽ ജുമുഅ, അതിലൊന്ന് വെള്ളിയാഴ്ച രാത്രിയാണ്, വെള്ളിയാഴ്ച രാവ്. മറ്റൊന്ന് വലൈലത്തുൽ അദ്ഹ, അത് ബലിപെരുന്നാൾ രാത്രിയാണ്. മറ്റൊന്ന് വലൈലത്തുൽ ഫിത്ർ, അത് മറ്റൊന്ന് ചെറിയ പെരുന്നാളിൻ്റെ രാത്രിയാണ്. ഇതൊക്കെ പർച്ചേസിങ്ങിനും മറ്റുമൊക്കെ സമയം കളഞ്ഞ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് ഇത്തരം രാത്രികളെ. അത് 2-3 പറഞ്ഞു. ഒന്ന് വെള്ളിയാഴ്ച രാവ്, മറ്റൊന്ന് പെരുന്നാൾ രാവ്, ബലിപെരുന്നാൾ രാവ്, ചെറിയ പെരുന്നാൾ രാവ്. മൂന്നാമത്തത് അവ്വലി ലൈലത്തിൻ മിൻ റജബ്, റജബിൽ നിന്നുള്ള ആദ്യത്തെ രാത്രിയാണ്. മഹാനരായ ശാഫിഈ ഇമാം പറയുന്നതാണ്, അത് റജബിലെ ആദ്യത്തെ രാത്രിയാണ്. മറ്റൊന്ന് വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിൻ്റെ പകുതിയിലുള്ള രാത്രിയുമാണ്. അതുകൊണ്ട് ഈ വരുന്ന റജബിലും ഷഅബാനിലൊക്കെ പൂർവാധികം ശക്തിയോടെ നല്ല ഇബാദത്ത് ചെയ്ത് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. ഈ മാസങ്ങളിൽ നാം തെറ്റുകൾ ചെയ്തേക്കരുത്. തെറ്റുകൾ ചെയ്യാതെ ജീവിക്കേണ്ട, തെറ്റുകളിൽ നിന്ന് അകന്നു നിന്ന് ജീവിക്കേണ്ട മാസമാണ്. പവിത്രമായ മാസങ്ങളിൽ നാം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കും, ഇരട്ടി പ്രതിഫലം ലഭിക്കും. പക്ഷേ പവിത്രമായ മാസങ്ങളിൽ, ശ്രേഷ്ഠതയുള്ള മാസങ്ങളിൽ തെറ്റുകൾ ചെയ്യാൻ പാടില്ല. ആ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അതൊരു പക്ഷേ നമുക്ക് കൂടുതൽ ശിക്ഷ ലഭിക്കാനും അത് കാരണമാകുമെന്നൊക്കെ ചില മുഫസ്സിറുകൾ ചില ഇതുമായി ബന്ധപ്പെട്ട ആയത്തുകളൊക്കെ വിശദീകരിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വശരീരങ്ങളോട് നിങ്ങൾ പൂർണ്ണമായും തെറ്റുകളിൽ നിന്ന് അകന്നിട്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. തെറ്റുകൾ ആ മാസങ്ങളിൽ ചെയ്തേക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അള്ളാഹു നമുക്ക് നല്ല രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്താനും ഈ റജബും ഷഅബാനും റമളാനും അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലായി മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. റമളാൻ റജബ് വന്നതിലെ ആയുസ്സിനെ നീട്ടിക്കിട്ടതിൽ സന്തോഷിക്കുക, അൽഹംദുലില്ലാ പറയുക. അള്ളാഹു നമുക്കിനിയും ഒരുപാട് റജബ് ഷഅബാൻ റമളാനുകളെ സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ.